വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലെ 5ാം ക്ലാസ്സിലെ ദ കിസ്സിങ് ഹാൻഡ് എന്ന ലെസൻ്റെ 2ാമത്തെ പാർട്ടാണ്. പാഠപുസ്തകത്തിലെ 12ാം പേജ് മുതലുള്ള ഭാഗങ്ങളാണ്. നമുക്കതൊന്ന് നോക്കാം. നൗ ബി കെയർഫുൾ നോട്ട് ലോസ് ഇറ്റ്. ഷീ ടീസ്ഡ് ഹിം. മിസ്റ്റർ കൂൺ അവനോട് കളിയായി പറഞ്ഞു, ഇനിയിപ്പോഴേ സൂക്ഷിക്കണം കേട്ടോ, അത് നഷ്ടപ്പെടുത്തി കളയല്ല. ബട്ട് ഡോണ്ട് വറി, പക്ഷേ വിഷമിക്കണ്ട. വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ് കഴിച്ച ശേഷം കൈ കഴുകാൻ തുറക്കുമ്പോഴേ, വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ആഹാരം കഴിച്ച ശേഷം കൈ കഴുകാൻ വേണ്ടി കൈ തുറക്കുമ്പോൾ, ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. ഞാൻ നിന്നോട് പറയുകയാണ്, ഞാൻ ഉറപ്പ് തരുന്നു, ദ കിസ് വിൽ സ്റ്റിക്ക്. കിസ് അവിടെ കയ്യിലങ്ങ് പറ്റി പിടിച്ചിരിക്കും. ചെസ്റ്റർ ലവ്ഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. ചെസ്റ്ററിന് തൻ്റെ കിസ്സിങ് ഹാൻഡിനോട് വലിയ ഇഷ്ടമായിരുന്നു. നൗ ഹീ ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വേർ എവർ ഹീ വെൻറ്റ്. നൗ ഹീ ന്യൂ, ഇപ്പോൾ അവനറിയാം, ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം, തൻ്റെ അമ്മയുടെ സ്നേഹം തന്നോടൊപ്പം പോരും. വേർ എവർ ഹീ വെൻറ്റ്, എവിടെയൊക്കെ പോയാലും. ഈവൻ ടു ദ സ്കൂളിലേക്ക് പോരും. അതായത് ഇവൻ്റെ അമ്മയുടെ സ്നേഹം എവിടെ പോയാലും അവൻ്റെ കൂടെ പോരും. ഈവൻ ടു സ്കൂളിലേക്കാണെങ്കിൽ പോലും എന്നാണ് അവന് അറിഞ്ഞിരുന്നത്. ദാറ്റ് നൈറ്റ്, അന്ന് രാത്രി, ചെസ്റ്റർ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ സ്കൂൾ. അന്ന് രാത്രി ചെസ്റ്റർ അവിടെ സ്കൂളിൻ്റെ വാതൊക്കെ നിന്നു. ആൻഡ് ലുക്ക്ഡ് തോട്ട്ഫുൾ. അങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. സഡൻലി ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. പെട്ടെന്ന് അവൻ അമ്മയുടെ നേരെ തിരിഞ്ഞു. എന്നിട്ട് ഒന്ന് പല്ലിളിച്ച് കാണിച്ചു. ഗിവ് മീ യുവർ ഹാൻഡ്, ഹി ടോൾഡ് ഹെർ. അവൻ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ കൈഞ്ഞൊട്ടത്ത് കാണിച്ചേ. ഗിവ് മീ യുവർ ഹാൻഡ്, ഹി ടോൾഡ് ഹെർ. ചെസ്റ്റർ ടുക്ക് മദേഴ്സ് ഹാൻഡ് ഇൻ ഹിസ് ഓൺ. അമ്മയുടെ കൈകൾ തൻ്റെ കൈകളിൽ പിടിച്ചു. ആൻഡ് അൺഫോൾഡഡ് ഹെർ ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. അവരുടെ കൈവിരലുകൾ ഇങ്ങനെ വിടർത്തി. അൺഫോൾഡഡ് ഹെർ ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. അവനെ ഫെമിലിയറായിരിക്കുന്ന പരിചിതമായിരിക്കുന്ന അമ്മയുടെ വിരലുകൾ കൈ അങ്ങനെ നന്നായിട്ട് തുറന്നു. ഒരു വിശറി പോലെ തുടർന്നു. നെക്സ്റ്റ് ഈ ലീൻഡ് ഫോർവേഡ്. എന്നിട്ടോ പിന്നെ അല്പം മുന്നോട്ടേക്ക് കുനിഞ്ഞു. ആൻഡ് കിസ് ദ സെൻറ്റർ ഓഫ് ഹെയർ ഹാൻഡ്. അവളുടെ കൈകളുടെ മധ്യത്തിൽ ഒരു ഉമ്മ കൊടുത്തു. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. ഇപ്പം അമ്മയ്ക്കും കിട്ടിയ ഒരു കിസ്സിങ് ഹാൻഡ് കേട്ടോ എന്ന് പറഞ്ഞു. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. ഹേ ടോൾഡ് ഹെയർ വിത്ത് എ ജെൻറ്റ്ലി ഗുഡ് ബൈ. ഹേ ടോൾഡ്, അവൻ പറഞ്ഞു അമ്മയോട്, വിത്ത് എ ജെൻറ്റിൽ ഗുഡ് ബൈ, വളരെ മൃദുവായിട്ട് ഗുഡ് ബൈ പറഞ്ഞു. അവൻ തിരിഞ്ഞു. ഐ ലവ് യു, ചെസ്റ്റർ സെഡ് ആസ് ഇറ്റ് ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് അവേ. ഐ ലവ് യു, എനിക്ക് അമ്മയെ ഇഷ്ടമാണ്, ചെസ്റ്റർ പറഞ്ഞു. ആസ് ഇറ്റ് ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് അവേ. അവൻ ഇപ്പോൾ സങ്കടമൊന്നുമില്ല, അവൻ ചാടി മറിഞ്ഞങ്ങ് പോയി. ഹി ഡാൻസ്ഡ് അവേ. അവൻ നൃത്തം ചെയ്തുകൊണ്ടാണ് പോയത്, വെറുതെ അല്ല പോയത്. അവൻ സന്തോഷത്തിൽ നൃത്തം ചെയ്തുകൊണ്ടാണ് പോയത്. മനസ്സിലായോ? മിസ്റ്റർ കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ട്രീ ലിംബ് ആൻഡ് എൻ്റർ ദ സ്കൂൾ. മിസ്റ്റർ കൂൺ നോക്കിയിരുന്നു. ഷി വാച്ച്ഡ്. എന്താ മകൻ ഓടിപ്പോകുന്നത് കാണാൻ നിൽക്കുക. ഷി വാച്ച്ഡ് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് ദ ട്രീ ലിംബ്. ഒരു മരത്തിൻ്റെ തടിയെ കൂടെ ചാടി മറിഞ്ഞങ്ങ് പോയി. ഇല്ലേ, സ്കാമ്പർ മീൻസ് ക്ലൈംബ് വിത്ത് ഡിഫിക്കൽറ്റി, വളരെ പ്രയാസപ്പെട്ട് കയറി. ആൻഡ് എൻ്റർ ദ സ്കൂൾ. ആ മരത്തെ കൂടെ കയറി അപ്പുറത്തോട്ട് പോയി സ്കൂളിലേക്ക് കയറി. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദി ന്യൂ സ്കൂൾ ഇയർ റാങ്. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദി ന്യൂ സ്കൂൾ ഇയർ റാങ്. പുതുവർഷത്തിൻ്റെ ആദ്യത്തെ മണി അടിച്ചപ്പോഴേ ഷി പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക്. അവരുടെ അമ്മയെ ഷി പുഷ്ഡ് ഹെർ ഹാൻഡ് ടു ഹെർ ചീക്ക്. അവളുടെ കവിളിലേക്ക് അവർ ആ കൈ ചേർത്ത് വെച്ചു. പുഷ് ചെയ്തു. ആൻഡ് സ്മൈൽഡ്. എന്നിട്ട് ചിരിച്ചു. ദ വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹെർ ഹാർട്ട്. ചെസ്റ്റർ അവളുടെ കയ്യിൽ ഒരു ഉമ്മ കൊടുത്തല്ലേ പോയത്, ആ ചൂട്, ആ ഊഷ്മളത. ദ വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ്, ചെസ്റ്ററിൻ്റെ ഉമ്മയുടെ ആ ഊഷ്മളത. ഫിൽഡ് ഹെർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. അത് അവരുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു, പ്രത്യേക വാക്കുകൾ കൊണ്ട്. ചെസ്റ്റർ ലവ്സ് യു ഇറ്റ്സ് ആങ്. അത് മനസ്സിലിങ്ങനെ മന്ത്രിച്ചു. ചെസ്റ്റർ നിങ്ങളെ സ്നേഹിക്കുന്നു. ഹു ആർ ദി മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദിസ് ലെസൺ? ചെസ്റ്റർ ആൻഡ് മിസ് റക്കൂൺ ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദിസ് ലെസൺ. വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഡു യു ലൈക്ക് മോസ്റ്റ്? വൈ? I like the last part of the story most. Why? എന്തുകൊണ്ടാണ്? Because the warmth of Miss Raccoon's kiss
filled Chester's heart. And the warmth of Chester's kiss filled Miss Raccoon's heart. About the author, ഈ കഥ എഴുതിയ ആളെ സംബന്ധിച്ച്, ഓഡ്രെ പെൻ ഈസ് ആൻ അമേരിക്കൻ റൈറ്റർ ഓഫ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ. ഓഡ്രെ പെൻ എന്ന അവരുടെ പേര്. ഷീ ഈസ് ആൻ അമേരിക്കൻ സ്റ്റോറി റൈറ്റർ ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കഥകളൊക്കെ എഴുതിയിരുന്നു. അങ്ങനെ ഒരു സ്ത്രീയാണ് ഓഡ്രെ പെൻ. ഷീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ദ കിസ്സിംഗ് ഹാൻഡ്. ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് കിസ്സിംഗ് ഹാൻഡ് എന്ന കഥ എഴുതിയപ്പോഴാണ്. എ പിക്ചർ ബുക്ക് ഫീച്ചറിങ് റെക്കൂൺസ് വിത്ത് ഹ്യൂമൻ ക്വാളിറ്റീസ്. അതൊരു പിക്ചർ ബുക്കാണ്. കിസ്സിംഗ് ഹാൻഡ് എന്നുള്ള പിക്ചർ ബുക്കാണ്. ഫീച്ചറിങ് ദി റെക്കൂൺസ് വിത്ത് ഹ്യൂമൻ ക്വാളിറ്റീസ്, മനുഷ്യൻ്റെ ക്വാളിറ്റീസൊക്കെയുള്ള റെക്കൂൺസിനെ പറ്റിയുള്ള കഥയാണ് കിസ്സിംഗ് ഹാൻഡ്. കേട്ടോ, നമുക്ക് കുറേ വാക്കുകളും അവയുടെ അർത്ഥമൊക്കെ ഒന്ന് പഠിക്കാം. കോസി. കോസി മീൻസ് സുഖാനുഭവം എന്ന, സുഖാനുഭവം, നല്ല സുഖമായ അനുഭവങ്ങളെയാണ് കോസി എന്ന് പറയുന്നത്. കംഫർട്ട്. കോസിക്ക് വേറൊരു വാക്കാണ് കംഫർട്ട്. സൊലൈസ് എന്നും പറയാം. SOLAC, സൊലൈസ്. എഡ്ജ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ബൗണ്ടറി. എഡ്ജ് മീൻസ് ഔട്ടർ ബൗണ്ടറി, അതിനാണ് എഡ്ജ് എന്ന് പറയുന്നത്, അതിർത്തി. ജെൻലി മീൻസ് സോഫ്റ്റ്ലി, ഇൻ എ കൈൻഡ് മാനർ എന്നൊക്കെയാണ്. നസിൽ എന്ന് പറഞ്ഞാൽ ടു റബ്ബ് അഗൈൻസ്റ്റ് ജെൻലി വിത്ത് നോസ് ആൻഡ് മൗത്ത്. വായോ മൂക്കോ ഉപയോഗിച്ച് കുട്ടികളെ മുഖത്തൊക്കെ ഇങ്ങനെ റബ്ബ് ചെയ്ത് സന്തോഷിപ്പിക്കുന്നതിനാണ്, അവർ ലാളിക്കുന്നതിനാണ് നസ്ലിംഗ് എന്ന് പറയുന്നത്. സ്കാമ്പർ. ടു റൺ വിത്ത് ക്വിക്ക് ലൈറ്റ് സ്റ്റെപ്സ്. സ്കാമ്പർ, ടു റൺ വിത്ത് ക്വിക്ക് ലൈറ്റ് സ്റ്റെപ്സ്. ചാടിക്കയറിയൊക്കെ പോകുന്നതിന് ക്വിക്ക് സ്റ്റെപ്സിൽ പോവുകയാണ്. സ്കെയറി മീൻസ് കോസിങ് ഫിയർ. സ്കെയറി മീൻസ് ഹൊറിബിൾ. സ്വിങ്, ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്, മുന്നോട്ടേക്ക് പിന്നോട്ടേക്ക് ഓടുന്ന സ്വിങ് എന്താണ്, ഊഞ്ഞാലാടുക എന്നപോലെ. ടീസ്, ടു മേക്ക് ഫൺ ഓഫ്, കളിവാക്ക് പറയുന്നതിനാണ്, കളിയാക്കുന്നതിനും പറയും ടീസ് എന്ന്. ടിഞ്ചിൽ, ടു എക്സ്പീരിയൻസ് എ സ്ലൈറ്റ് സ്ട്രിഞ്ചൻറ്റ് സെൻസേഷൻ. ഇക്കിളിയാക്കുക, അതായി ടിഞ്ചിൽ എന്ന് പറയുന്നത്. ടു എക്സ്പീരിയൻസ് എ ലൈറ്റ് സ്റ്റിങ്കിങ് സെൻസേഷൻ. ടൈനി, വെരി സ്മോൾ. ടൈനി എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്. ടോസ്റ്റി എന്ന് പറഞ്ഞാൽ പ്ലസൻറ്റ് ഫീലിംഗ് ഓഫ് വാംത്ത്, വലിയ നല്ലൊരു ഊഷ്മള, നല്ലൊരു അനുഭവം, അതാണ് ടോസ്റ്റി. എ പ്ലസൻറ്റ് ഫീലിംഗ് ഓഫ് വാംത്ത്. സ്നേഹനിർഭരമെന്നും വേണം പറയാം. വാംത്ത്, എ പ്ലസൻറ്റ് സെൻസേഷൻ ഓഫ് കംഫർട്ട് ആൻഡ് അഫെക്ഷൻ. സ്നേഹത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ഒക്കെ ഒരു ഇതാണ് വാംത്ത്, ഊഷ്മളത എന്ന് പറയുന്നത്. വൈപ്പ്, ടു ക്ലീൻ ബൈ റബ്ബിങ്, കൈകൊണ്ട് തുടച്ച് കളയുന്നതിനാണ് ഈ വൈപ്പ് എന്ന് പറയുന്നത്. റാപ്പ്, കവർ ഓർ എൻക്ലോസ് ഇൻ പേപ്പർ ഓർ അതർ സോഫ്റ്റ് മെറ്റീരിയൽ. റാപ്പ് മീൻസ് പൊതിഞ്ഞ് കെട്ടുക എന്ന്, പൊതിയുക എന്ന്. ഇവിടെ എന്താ ഈ നോവൽ, ഈ കഥയിൽ കാണുന്നത്, അവൻ്റെ ഉമ്മയെ കൈകൊണ്ടങ്ങ് റാപ്പ് ചെയ്തു. റാപ്പ് മീൻസ് പൊതിയുക. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.